തൃശൂരിൽ സർപ്രൈസുകൾ തീരുന്നില്ല. കോൺഗ്രസിന് സ്ഥാനാർത്ഥി പട്ടിക വരാൻ പോകുന്നേയുള്ളൂ. അല്പസമയത്തിനകം പ്രഖ്യാപനമുണ്ട്. തൃശൂരിൽ ഇന്നലെ TN പ്രതാപന് വേണ്ടി ചുവരെഴുത്തുകളായിരുന്നെങ്കിൽ ഇന്ന് നോക്കൂ, TN പ്രതാപൻ തന്നെ കെ മുരളീധരന് വേണ്ടി ചുവരെഴുത്ത് നടത്തുകയാണ്. പ്രചാരണം തുടങ്ങുകയാണ്. കൗതുകങ്ങൾ അവസാനിച്ചിട്ടില്ല. തൃശ്ശൂരിൽ എന്തായാലും സർപ്രൈസുകൾ തീരുന്നുമില്ല. ഇന്നലെ ഏകദേശം ലക്ഷക്കണക്കിന് പോസ്റ്ററുകൾ TN പ്രതാപന്റെ പേരിൽ അച്ചടിച്ചിരുന്നു. തൃശ്ശൂരിൽ പതിപ്പിക്കാനായി ചുവരെഴുത്തുകൾ എഴുതി തുടങ്ങിയിരുന്നു. പ്രചാരണം തുടങ്ങിയിരുന്നു. പദയാത്ര തുടങ്ങിയിരുന്നു TN പ്രതാപന് വേണ്ടി. ഇന്ന് അതേ TN പ്രതാപൻ തൃശ്ശൂരിൽ കെ മുരളീധരനായി ചുവരെഴുത്ത് നടത്തുകയാണ്. അല്പസമയം മുൻപ് സംസാരിച്ചപ്പോഴും ഇപ്പോൾ കോൺഗ്രസിന് സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ കോൺഗ്രസിന്റെ ബുദ്ധിബലം കൂടി അതിൽ മനസ്സിലാകും എന്നൊക്കെയാണ് TN പ്രതാപൻ പറഞ്ഞിരുന്നത്. എന്തായാലും കെ മുരളീധരന് വേണ്ടി TN പ്രതാപൻ തന്നെ തുടങ്ങുകയാണ്. ഡ്രൈവിംഗ് സീറ്റിൽ ആ പ്രചാരണത്തിന്റെ തുടക്കത്തിൽ താൻ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുകയാണ് TN പ്രതാപൻ. TN പ്രതാപന് നിയമസഭയിൽ അക്കോമഡേഷൻ കൊടുക്കും എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന ഉറപ്പ്. കെ മുരളീധരൻ എന്തായാലും പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഷാഫി പറമ്പിലും അതൃപ്തിയുണ്ട്, അത് നേതൃത്വത്തെ അറിയിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ TN പ്രതാപൻ എന്തായാലും ഒരു പടി മുന്നേ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് പട്ടിക വരുന്നതിന് മുൻപ് തന്നെ തനിക്കായി പ്രചാരണം തുടങ്ങി. ഇപ്പോൾ കെ മുരളീധരനായി പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ് TN പ്രതാപൻ. ആദ്യത്തിനുണ്ട് വിവരങ്ങളുമായി. ആദ്യം പറയൂ. ആര്യ, വളരെ കൗതുകകരമായ നിമിഷങ്ങളിലേക്ക്, നാടകീയമായ നിമിഷങ്ങളിലേക്ക് തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കടക്കുകയാണ്. ഇത് ഒരു ചരിത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ചരിത്രം ആവർത്തിക്കുകയാണെന്ന്. കരുണാകരൻ കുടുംബത്തിലെ മൂവരുടെയും സ്ഥാനാർത്ഥിത്വം ഇത്തരത്തിൽ പ്രഖ്യാപിക്കുന്നതിന് മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഇതുപോലെ പോസ്റ്ററുകൾ ഒട്ടിക്കുകയും ചുവരെഴുത്തുകൾ എഴുതുകയും അത് മായ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് കെ കരുണാകരൻ, കെ മുരളീധരൻ, പത്മജ വേണുഗോപാൽ ഈ മൂവരുടെയും സ്ഥാനാർത്ഥിത്വം വരുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ചുവരെഴുത്തുകൾ തൃശ്ശൂരിൽ എഴുതപ്പെടുകയും അത് മായ്ക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ TN പ്രതാപന്റെ പേര് ആ ലിസ്റ്റിലേക്ക് എഴുതപ്പെടുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കൗതുകം എന്ന് പറയുന്നത് കെ മുരളീധരന്റെ പേര് എഴുതി മായ്ച്ച അതേ തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ പേര് വീണ്ടും എഴുതി ചേർക്കപ്പെടുകയാണ്. മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേര് മായ്ച്ച് കെ മുരളീധരന്റെ പേര് എഴുതി ചേർക്കപ്പെടുന്നു. അതും സ്ഥാനാർത്ഥി തന്നെയാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ഈ TN പ്രതാപൻ തന്നെ മുന്നിട്ടിറങ്ങുകയാണ്. ആര്യ പറഞ്ഞതുപോലെ ഡ്രൈവിംഗ് സീറ്റിന്റെ മുൻ സീറ്റിൽ TN പ്രതാപൻ കയറുകയാണ്. അദ്ദേഹം തന്നെ ഏറ്റെടുക്കുകയാണ് പ്രചാരണം. ഇന്നലെ ഇതേ സമയം കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ വെച്ച് താനാവും സ്ഥാനാർത്ഥി, താൻ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു, കരുണാകരൻ സാക്ഷി, ഗുരുവായൂരപ്പൻ സാക്ഷി, താനാവും സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ TN പ്രതാപൻ ഇന്ന് അദ്ദേഹത്തിന്റെ തന്നെ ചുവരെഴുത്ത് മായ്ച്ച് കെ മുരളീധരന് വേണ്ടി ചുവരെഴുതുകയാണ്. കെ മുരളീധരൻ ലീഡറുടെ മകൾ പോയ വഴിയിൽ ലീഡറുടെ പുത്രൻ തൃശ്ശൂരിലെത്തുകയാണ്. തൃശ്ശൂരിലെ മത്സരം കടുത്ത മത്സരമായി മാറാൻ പോവുകയാണ്. നാളെ കെ മുരളീധരന് വൻ സ്വീകരണമാണ് തൃശ്ശൂരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാളെ രാവിലെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ട്രെയിൻ മാർഗം എത്തുന്ന കെ മുരളീധരന്റെ ജില്ലാ നേതൃത്വം കോൺഗ്രസ് ജില്ലാ നേതൃത്വം റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകും. അവിടെ നിന്നും സ്വരാജ് റൗണ്ടിൽ പരേഡും റോഡ് ഷോയും ഉൾപ്പെടെ നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അത്തരത്തിൽ മുരളീധരന് വൻ സ്വീകരണം തൃശ്ശൂരിൽ ഏർപ്പെടുത്തി കഴിഞ്ഞു. അതിന് മുന്നേ തന്നെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഇതിന് മുൻപ് പാർട്ടി പ്രഖ്യാപിക്കുകയും ചുവരെഴുത്തുകളും എഴുതപ്പെട്ട TN പ്രതാപൻ തന്നെ മുന്നിട്ടിറങ്ങി മുരളീധരന്റെ ചുവരെഴുത്തുകൾക്ക് നേതൃത്വം നൽകുകയാണ്. ആര്യ സൂചിപ്പിച്ചതുപോലെ ശരി, തെരഞ്ഞെടുപ്പാണ്. ഇതുപോലെയുള്ള മനോഹരമായ കൗതുകമുള്ള കാഴ്ചകളൊക്കെ ഇനി എത്രയെത്ര കാണാൻ കിടക്കുന്നതേയുള്ളൂ.